US, അയർലൻഡ്, ജർമ്മനി എന്നിവിടങ്ങളിൽ ചില വൈദികരിലൂടെയുണ്ടായ കുട്ടികളുടെ ചൂഷണത്തെ തുടർന്ന് സഭയ്ക്കെതിരായി ആഞ്ഞടിച്ച ആരോപണങ്ങളും വിമർശനങ്ങളും ഏറെ ദുഃഖമുളവാക്കുന്നതായിരുന്നു. ചൂഷണക്കേസുകൾ മറച്ചുവെച്ചെന്ന വ്യാജ പ്രചരണങ്ങളും പാപ്പായെപ്പറ്റി ലോകം കെട്ടിച്ചമച്ചു. സഭയുടെ യഥാർത്ഥ പീഡനങ്ങൾ പുറമേയുള്ള ശത്രുക്കളല്ലെന്നും സഭയ്ക്കകത്ത് വേരുറപ്പിക്കുന്ന പാപങ്ങളാണെന്നും പാപ്പ അന്നത്തെ സഭയുടെ അവസ്ഥയെ നിർവചിച്ചുകൊണ്ട് പറഞ്ഞു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ വാർഷികാചരണ വേളയിൽ പാപ്പ പറഞ്ഞു, പത്രോസിന്റെ വലയിൽ ചീത്ത മത്സ്യങ്ങളും കുടുങ്ങിയിരുന്നു. ദുർബലരായ മനുഷ്യരാണ് സഭയിലുള്ളത്. കർത്താവ് നമ്മെ മറന്നുവെന്ന് തോന്നിപ്പിക്കുന്ന കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോഴും കർത്താവിന്റെ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. സഭയെ മുഴുവനായി ബാധിച്ച ഈ പ്രതിസന്ധികൾക്ക് പുറമേ ആയിരുന്നു പാപ്പായുടെ വ്യക്തിജീവിതത്തിലുണ്ടായ പരീക്ഷണങ്ങൾ. തൻ്റെ സന്തത സഹചാരിയും വിശ്വസ്ത സഹപ്രവർത്തകനുമായ വ്യക്തിയിൽ നിന്നുമുണ്ടായ വേദനയും പാപ്പ പ്രാർത്ഥനയുടെ ശക്തിയാൽ അതിജീവിച്ചു.